കൊല്ലം മുമ്പ് ആ സഭയിൽ എന്നിട്ടും മെനഞ്ഞാന്നു ആ സഭയിൽ എന്റെ പേരുച്ചരിച്ച് സംസാരിക്കുമ്പോ നിങ്ങളുടെ കണ്ണുകളിലെ ഭയം ഉണ്ടല്ലോ, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. നിയമസഭയിൽ വെച്ച് ഷാജിയെ പറ്റി പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ കണ്ണിൽ ആ പേടി കണ്ടുവന്നു. ഷാജി ഒരു കാര്യം മനസ്സിലാക്കണം, അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. 1970 കൂത്തുപറമ്പിൽ നിന്നും MLA ആയിട്ട് തെരഞ്ഞെടുക്കുന്ന ആൾക്ക് വയസ്സ് 25. ഇത് ഷാജി ഒന്നും കൂടെ കാണും. ഇത് ഈ താഴെ കാണുന്നതാണ് ഞങ്ങൾ രക്തസാക്ഷികൾ. കാലങ്ങളോളം RSSകാരും കോൺഗ്രസുകാരും ലീഗുകാരും SDP-കാരും വെട്ടിക്കൊന്നിട്ട് പോലും ഒരു തരി പോലും പേടിച്ച് പിന്നോട്ട് മാറാത്ത പിണറായി വിജയൻ, ഷാജി എന്ന് പറയുന്ന ഒരു വർഗീയവാദിയുടെ ഒരു പ്രസംഗം കേട്ടാൽ അങ്ങ് പേടിച്ചു പോകാൻ അയാളുടെ പേര് ഷാജി എന്നല്ല. ഷാജിക്ക് ഞാൻ വേറെ കഥ കൂടി പറഞ്ഞുതരാം. കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയതയുടെയും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെയും നിരന്തരമായിട്ടുള്ള പരമ്പര തുടർന്നു വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു 25കാരൻ മധ്യസ്ഥേക്ക് വരും. ആ 25കാരൻ പറയുന്നതാണ് അവിടുത്തെ പാർട്ടിയുടെ തീരുമാനം, ആ നാടിന്റെ തീരുമാനം. അതിൽ തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നടന്നതെല്ലാം കഥകളാണ്. ആ കഥകൾ കണ്ണൂരിലെ ജനങ്ങളോട് ചോദിക്കണം. കണ്ണൂരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അപ്പനപ്പൂപ്പന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ ഷാജി ഒരു കാര്യം മനസ്സിലാക്കണം, ലീഗുകാരെ പേടിച്ചിട്ടില്ല, കോൺഗ്രസുകാരെ പേടിച്ചിട്ടില്ല, SDP-കാരെ പേടിച്ചിട്ടില്ല. എന്തിനു കൂടുതൽ പറയണം, ഇന്ത്യ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന വർഗീയ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന RSS പോലും തലക്ക് വിലയിട്ട ഒരു കാലം ഉണ്ടായിരുന്നു പിണറായി വിജയന്. എന്നിട്ട് പോലും അവരുടെ മുന്നിലൂടെ നല്ല ധൈര്യത്തോടെ ആൺകുട്ടിയെ നടന്നു വന്നിട്ടുണ്ട് പിണറായി വിജയൻ. എന്നിട്ട് ഏതോ ഒരു മുക്കിലും പോലും 4 വർഗീയത പറഞ്ഞ് വോട്ട് കിട്ടിയ MLA ആയിട്ടുള്ള ഷാജിയെ പേടിച്ചിരിക്കുകയാണല്ലോ പിണറായി വിജയൻ നിയമസഭയിൽ. ഷാജി തരത്തിൽ പോയി കളിക്കണം.